എൻ്റെ ചാനൽ ഞാൻ പരീക്ഷിച്ചതും അതുപോലെ തന്നെ 5 ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അവസാനത്തെ ടിപ്പ് പ്രധാനപ്പെട്ടതാണ്, അത് മിസ് ചെയ്ത് അപ്പോൾ മുഴുവനായി ഇരുന്ന് കാണാം. അപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെയായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷേ പലർക്കും റീച്ച് കിട്ടാറില്ല, അതാണ് സത്യം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന എൻ്റെ ചാനൽ ഞാൻ പരീക്ഷിച്ചതും അതുപോലെ തന്നെ കുറച്ചൊക്കെ വിജയകരമായ കുറച്ച് ടിപ്സ്, ഒരു 5 ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അവസാനത്തെ ടിപ്പ് പ്രധാനപ്പെട്ടതാണ്, അത് മിസ് ചെയ്ത് അപ്പോൾ മുഴുവനായി ഇരുന്ന് കാണാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് യൂട്യൂബിലിരുന്നത് ആദ്യം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊരു ക്യാറ്റുണ്ട്, പേഷ്യൻ ക്യാറ്റ്. അതിൻ്റെ വീഡിയോസാണ് ഞാനിപ്പം ചെയ്യുന്നത്. അതിന് സൗണ്ട് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ എടുത്ത് നോക്കി അറിയാം. അപ്പം അതാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഷോർട്സിനകത്ത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ലോങ് വീഡിയോയ്ക്കകത്ത് ഇതുപോലത്തെ എന്തെങ്കിലും യൂട്യൂബ് സംതിങ് റിലേറ്റഡ്, അതുപോലെ തന്നെ നമ്മുടെ പൂച്ചയുടെ വീഡിയോസ് അങ്ങനത്തെ ഒക്കെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ലോങ് വീഡിയോയ്ക്ക്. ഷോർട്ട് വീഡിയോസ് കാലത്ത് ഞാൻ കൂടുതലും ഇപ്പോൾ ഇടുന്നത് കിച്ചണിൽ. അതുപോലെ തന്നെ നിങ്ങളും എന്തെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യുക. അതായത് കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ട് തുടങ്ങുക. ഇപ്പോൾ ഡാൻസോ പാട്ടോ അല്ലെങ്കിൽ കുക്കിങ്, ഡ്രോയിങ്, ക്രാഫ്റ്റിംഗ്, അങ്ങനത്തെ വെറൈറ്റി ടൈപ്പ് ഓഫ് വീഡിയോ ഇടുക. ഏതിനാണോ റീച്ച് കിട്ടുന്നത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കണ്ടിന്യൂസ് അങ്ങോട്ട് ഇടുക. അതാണ് ചെയ്യേണ്ടത്. ഞാനിപ്പം പൂച്ചയുടെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് ഓഡിയോ എടുത്തിട്ട് അതിന് നമ്മൾ ലിപ്സ് അനക്കി അതിനോട് മാച്ചിങ് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി ഞാനിപ്പം 2025 ഇതുപോലെ നമ്മുടെ ഈ ഒരു സമയത്ത് വെക്കേഷൻ ടൈമിൽ ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ കൂടുതൽ അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ പൂച്ചയുടെ ഒന്നും ഇടത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ അത്യാവശ്യം എനിക്ക് റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ വീഡിയോസിന് റീച്ച് കിട്ടാത്തതുകൊണ്ട്, പക്ഷേ റീച്ച് നല്ലപോലെ കിട്ടിയതുകൊണ്ട് അത്യാവശ്യം എനിക്ക് സബ്സ്ക്രൈബേഴ്സും റീച്ചും ഒക്കെ കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അത്ര വീഡിയോസിന് തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു പൂച്ചയുടെ വീഡിയോ നമ്മൾ എന്നെ നോക്കണമല്ലോ, ഏത് തരം വീഡിയോ ആണ് നമുക്ക് കത്തുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല വീഡിയോസ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇട്ട് നോക്കി. അതിനകത്ത് ആദ്യമൊക്കെ അതൊക്കെ കത്തിക്കൊണ്ടിരുന്നത്, അത് കഴിഞ്ഞ് പൂച്ചയുടെ ഇടാൻ തുടങ്ങി, പൂച്ചയുടെ കത്താൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, പൂച്ചയുടെ അങ്ങോട്ട് ഇടാൻ തുടങ്ങി. അപ്പം പിന്നെ പൂച്ച ഇനി കയറി. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഏത് തരം കണ്ടൻറ്റാണ് നമ്മുടെ ചാനലിൽ ഇടുന്നതെന്ന് നോക്കണം. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കതിൽ ആ വീഡിയോ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ആ ഒരു ഫോക്കസ് ചെയ്ത സാധനത്തിന് എന്തെങ്കിലുമൊക്കെ കുറവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിടാൻ നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ളതും നല്ല ആകർഷകമായ തമ്പനെയിലുകളും ടൈറ്റിലുകളും കൊടുക്കാം. നമ്മളൊരു വീഡിയോ ഇടുമ്പം അത് നല്ലൊരു ഇത് കാണുമ്പം തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന തരത്തിലുള്ള വീഡിയോസിന് തമ്പനെയിലുകൾ സെറ്റ് ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എല്ലാം പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയാൽ അതായത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തമ്പനെയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ 2 വീഡിയോസ് ഏതാണ്ട് ചെയ്തിട്ടുണ്ട് തമ്പനെയിലിനെ പറ്റി. അത് ഏതെങ്കിലും നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പം പറഞ്ഞു തന്നെ നമ്മൾ തമ്പനെയിലെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളൊരു കവർ, നമ്മൾ ആ ഒരു വീഡിയോയുടെ ഫുൾ അവർ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കൊടുക്കുന്ന ഒരു പേജാണ്. ആ പേജ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ വേണം, അവർക്കൊരു ക്യൂരിയോസിറ്റി വേണം. അങ്ങനത്തെ തരത്തിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ കൊടുക്കണം. അന്ന് വെച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യമൊന്നും എഴുതി വെച്ചിരിക്കരുത്. വീഡിയോയിലുള്ള കാര്യം തന്നെ നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, അതിപ്പോൾ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള വേറെ സ്റ്റൈലിലൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെ ഓരോ ഇതിലൊക്കെ. പിന്നെ ടൈറ്റിൽ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഇച്ചിരി ഒരു തരം ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ളൊരു തരം ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെ ഒരു തരം വീഡിയോ ഒരു തമ്പനെയിൽ ഇച്ചിരി നമുക്കിവിടെ എസ്തെറ്റിക് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിനിമാറ്റിക് അങ്ങനത്തെ ഒരു ഇതിലൊക്കെ നമുക്ക് ചെയ്യാം, ഇച്ചിരി വെറൈറ്റി ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പൂച്ചയുടെ ഇട്ടു കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് പേരൊക്കെ കണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി അങ്ങനത്തെ ഒക്കെ തരത്തിലുള്ള അട്രാക്റ്റീവായിട്ട് ഇടുമ്പം കൂടുതലും ആൾക്കാർ
അന്ന് വെച്ചാൽ ഒരു ദിവസം ഇട്ടപ്പം തന്നെയല്ല കേട്ടോ കുറേ പേര് കണ്ടത്. 2-3 ദിവസം അതിങ്ങനെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് റീച്ച് ഇങ്ങനെ കിട്ടി തുടങ്ങുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നി അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിൽസ് ഇട്ട് തരുവാണെങ്കിൽ നല്ല റീച്ച് അത്യാവശ്യം കിട്ടും. 3ാമത്തെ ടിപ്പെന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് റീച്ച് കൂട്ടാം എന്നുള്ളതാണ്. റീച്ച് കൂട്ടാൻ വേണ്ടി നമുക്ക് ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഷോർട്സ് വീഡിയോ ഇട്ട് അതിലേക്കൂടെ നമ്മൾ വ്യൂവേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം എടുത്ത് നേരെ ലോങ് വീഡിയോയിലേക്ക് കാണിക്കാൻ ഉള്ളൊരിതാണ്. നമ്മൾ റിലേറ്റഡ് വീഡിയോ കൊടുക്കുക. നമ്മുടെ ലോങ് വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ അതിനകത്ത് റിലേറ്റഡ് വീഡിയോയുടെ ഇത് ടാഗ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതാണിപ്പം നമ്മുടെ ടൈറ്റിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ടുള്ള പറയുന്ന ഒരു ഹുക്ക് വെച്ച് നമ്മൾ നേരെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, അതായത് ഷോർട്സായിട്ട് പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഉണ്ട്, ആദ്യം നമുക്ക് അവരൊരു ഹുക്ക് കൊടുക്കാം. നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഒരു ഹുക്കായിട്ട് കുറച്ചിത് കൊടുക്കുക. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് റീച്ച് അത്ര കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് റീച്ച് ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ നമ്മുടെ ഇതിലും ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സിൽ കൂടെ കുറേ പേര് കണ്ട് നമ്മൾ റിലേറ്റഡ് വീഡിയോ പിടിച്ച് ഞെക്കി അങ്ങനെ വന്നവരും ഉണ്ട്, അപ്പോൾ അങ്ങനെ കണ്ടവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം നിങ്ങളൊരു ലോങ് വീഡിയോ ഇടുവാണെങ്കിൽ അതിനകത്ത് കുറച്ചൊരു ഹുക്കൊക്കെ എടുത്ത്, അതായത് പിന്നെ മെയിൻ പോയിൻ്റ് പറയാൻ പാടില്ല, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ അതിൻ്റെ കൂടെ റിലേറ്റഡ് വീഡിയോയ്ക്ക് അതും കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വെച്ചിട്ട് എനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മുടെ 4th ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എഡിറ്റിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. ഇപ്പം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് രീതികൾ നിങ്ങളിപ്പം ഏത് ആപ്പിലാണോ ചെയ്യുന്നത് ഇവിടെ കുറച്ചുകൂടെ ഒരു ഇതുള്ള ആപ്പുകൾ എടുത്ത്, ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പല ആപ്പുകളും ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയതുമായ കുറച്ച് ഞാൻ ആപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എഡിറ്റിങ്ങിന് പറ്റിയ. അത് നിങ്ങൾക്ക് തോന്നും നമുക്ക് ഈ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സിമ്പിളായിട്ടുള്ള കുറച്ച് ആപ്പുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഫുൾ വീഡിയോ എൻ്റെ ഇടാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ഇൻഷോട്ടാണ്. ഇൻഷോട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തമ്പനെയിലും ഒക്കെ നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. സ്വയം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ടെന്ന് പറയുന്നത്. പിന്നെ ക്യാൻവയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മളെ തമ്പനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. ക്യാൻവയുടെ ഇതെന്ന് പറയുന്നത് നമുക്ക് തമ്പനെയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വീഡിയോസും ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോസും തമ്പനെയിൽസും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വിറ്റാപ്പുണ്ട്, വിറ്റാപ്പിലും അതുപോലെ തന്നെയാണ് ഈസി ആയിട്ട് നമുക്ക് റീൽസും ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് തരുവാണ്, അടിപൊളിയാണ്. പിന്നെ ഇത്ര ആപ്പാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ കുറച്ച് ആപ്പുകളും കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ ഇടും. ഓക്കെ, അപ്പോൾ ഈ 3 ആപ്പിലുമാണ് ഞാൻ കൂടുതലും ലോങ് വീഡിയോസും ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ക്യാൻവയുടെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു തമ്പനെയിൽസാണ്. തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യാനാണ് കൂടുതലും ഞാൻ ക്യാൻവ യൂസ് ചെയ്യാറുള്ളത്. വീഡിയോസ് ആണ് ചെയ്യുന്നത് കുറവാണ് ക്യാൻവയിലൂടെ. കൂടുതലും ഇൻഷോട്ട് വിറ്റായത് അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വിറ്റയിലും ഇൻഷോട്ടിലും ഒക്കെ ഞാൻ നമ്മുടെ റീൽസ് വീഡിയോസ് അങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ 3 ആപ്പുകളാണ് ഞാൻ കൂടുതലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ആപ്പുകൾ. ഇനിയും കുറച്ച് ആപ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ 5ാമത്തെ ടിപ്പെന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി പ്രധാനപ്പെട്ട ടിപ്പാണ്. ഓക്കെ, കൺസിസ്റ്റൻസി, അതായത് സ്ഥിരത. എനിക്കതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് വീഡിയോയ്ക്കില്ല, ഷോർട്ട് വീഡിയോസിനകത്ത് ഞാൻ ഉണ്ട്.
ഇടയ്ക്ക് പോവും. അങ്ങനെയല്ല, നമ്മളൊരു ഇപ്പോൾ ഒരു ചാലഞ്ച് പോലെ ഏറ്റെടുക്കാം. ഇപ്പോൾ എന്തായാലും വെക്കേഷനല്ലേ, കുട്ടികളൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവർ ഈ ഇങ്ങനൊരു ടാർഗറ്റ് എടുക്കുക. 10 ദിവസം ഞാൻ വീഡിയോ ഇടും, 20 ദിവസം ഞാൻ വീഡിയോ ഇടും, അല്ലെങ്കിൽ വേണ്ട ഒരു 30 ദിവസത്തെ ഒരു ചാലഞ്ച് പോലെ ഏറ്റെടുക്കാം. ഞാൻ ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരും, ഇത്ര വീഡിയോ ഇടും, അങ്ങനെ റീച്ച് കിട്ടും, അങ്ങനെ ഒരു ഇതിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ ഒരു 30 ദിവസത്തെ ചാലഞ്ച് പോലെ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ സെറ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു വാശിയുണ്ടായിരിക്കും, ഒരു സക്സസ്ഫുള്ളി കിട്ടും. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ അതിനകത്തൊരു സ്ഥിരത പുലർത്താൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടും. ഷോർട്സിലാണെങ്കിൽ ഞാനിപ്പം പൊതുവെ ചെയ്യാറുള്ളത് എല്ലാ ദിവസവും ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. ഇപ്പോൾ ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഇടാറില്ല. എനിക്ക് വലിയ കൺസിസ്റ്റൻസി ഇല്ല ലോങ് വീഡിയോ ഇടുന്നതിനകത്ത്. ഞാൻ ചിലപ്പം ഒരു മാസത്തിൽ ഒരു വീഡിയോ ഇടും, അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ഒരു മാസത്തിൽ 2 വീഡിയോയും 3 വീഡിയോ അങ്ങനെയൊക്കെ പലതാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ലോങ് വീഡിയോയ്ക്കകത്ത് കൺസിസ്റ്റൻസി ഇല്ല. ഞാൻ പക്ഷേ ഷോർട്സിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഷോർട്സിൽ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഇതുപോലെ വീഡിയോ നമ്മൾ ഡെയിലി ചെയ്യണമെന്ന്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യുമ്പം അത് കുറേ പേരിലേക്ക് എത്തും. അപ്പോൾ അവർ കാണുമ്പം അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. പലപ്പോഴായിട്ട് നമ്മുടെ ഈ വീഡിയോ കയറി വരുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് ചുമ്മാ എടുത്തൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയൊക്കെയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബും വ്യൂസും ഒക്കെ കിട്ടും. അപ്പം അങ്ങനെ നമ്മളെന്നും ഇടുന്നതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ വ്യൂസിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഷോർട്സിൽ കൂടി ഇങ്ങനെ തോണ്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് ഓരോന്നായിട്ട് കയറി വന്ന് ഇപ്പോൾ ആരെങ്കിലും ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷോർട്സ് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു വീഡിയോ കയറി വന്നു. അല്ല, ആദ്യം ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തോണ്ടിക്കൊണ്ട് വരുമ്പോൾ അടുത്ത ദിവസവും ചിലപ്പോൾ ഈ വീഡിയോ കാണുമായിരിക്കും. ഈ വീഡിയോ അല്ല, വേറെ ഏതെങ്കിലും അവരുടെ തന്നെ ഒരു വീഡിയോ കാണുമായിരിക്കും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ കണ്ട് ചിലപ്പം അവർ ചുമ്മാ ശ്രദ്ധിക്കാൻ കഴിയും. ഇത് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ടല്ലോ ഈ വീഡിയോ. അപ്പോൾ അവർ ശ്രദ്ധിച്ച് വരുമ്പം നോക്കി വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും. അങ്ങനെ ഓക്കെ. അപ്പം അതുകൊണ്ട് സ്ഥിരത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു മാസത്തിൽ 1-2 വീഡിയോ, അല്ലെങ്കിൽ ലോങ് വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്പം ഒരാഴ്ചയിൽ 1-2 വീഡിയോ ഇടുന്നതോ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ടൈമോ അങ്ങനെ വല്ലതും വെക്കാം. ഞാനിപ്പം കൂടുതലും ഷോർട്സ് ഇടാറുള്ളത് 9:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കണം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ഒന്ന് ശ്രദ്ധിച്ചേക്കണം. 9:30 ആകുമ്പോഴാണ്, 9 മണി 9:30 ആ ഒരു സമയത്താണ് കൂടുതലും ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാറുള്ളത്. അതായത് എൻ്റെ പെറ്റി കിച്ചുവിൻ്റെ വീഡിയോ ഞാൻ ഇടാറുള്ളത് ഒരു 9 മണി 9 ആ ഒരു സമയത്തിനൊക്കെയാണ് ഇടാറുള്ളത്. ചില സമയത്ത് ഞാൻ ഉച്ചയ്ക്കൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. കുറേ പേര് സമയത്തിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ഇട്ട് കരിയുവാണെങ്കിൽ നല്ല വ്യൂസ് കിട്ടും. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഫോണിലൊക്കെ തോണ്ടിയിരിക്കുന്ന സമയം അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ടല്ലോ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് നല്ല വീഡിയോ ആണെങ്കിൽ കത്തി കയറിക്കും, അത്യാവശ്യം വ്യൂസും കിട്ടും, സബ്സ്ക്രൈബേഴ്സും കിട്ടും. നമ്മുടെ വീഡിയോസിനനുസരിച്ച് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നല്ല വീഡിയോ ആണെങ്കിൽ കയറുകയും ചെയ്യും, നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മൾ നന്നായിട്ടത് ചെയ്യുവാണെങ്കിൽ അത് കയറുകയും ചെയ്യും. ഓക്കെ. ഞാൻ രാവിലെ ഇടാറുണ്ട്, ഉച്ചയ്ക്ക് ഇടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരീക്ഷിക്കാം. കാരണം ഞാനങ്ങനെ പറയുന്നില്ല, നിങ്ങൾ രാവിലെ തന്നെ ഇടണമെന്നൊന്നും ഞാൻ പറയത്തില്ല, ഉച്ചയ്ക്ക് ഇടണമെന്നും ഞാൻ പറയുന്നില്ല, രാത്രി ഇടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഒന്ന് ഇടുക. വൈകുന്നേര സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഒന്ന് ഇട്ട് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കണ്ടൻറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓരോ കണ്ടൻറ്റുകൾ നിങ്ങൾ പരീക്ഷയും അതിനകത്ത് റീച്ച് കിട്ടുന്ന എടുത്ത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഒരു ടൈം നോക്കാം, ഏത് ടൈമിലാണ് റീച്ച് കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ നിങ്ങൾ നോക്കി. ചിലപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ അതുപോലെ ഇടുക. ഞാനങ്ങനെയല്ല, ഞാൻ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി എപ്പോൾ ഇട്ടാലും നമ്മുടെ നല്ല വീഡിയോ ആണെങ്കിൽ കയറിക്കോളും. ഞാൻ രാവിലെ ഇട്ടാലും എനിക്ക് അത്യാവശ്യം കിട്ടാറുണ്ട്, ഉച്ചയ്ക്ക് കിട്ടാറുണ്ട്. ചില വീഡിയോസ് കയറി പോകുന്നില്ല കേട്ടോ. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മുടെ 5 ടിപ്പുകൾ. ഞാൻ ഈ പറഞ്ഞ 5 ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം
ഇത് നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം. സക്സസ് ആയി നിങ്ങൾക്ക് പരീക്ഷിച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ റീച്ചെല്ലാം കൂടിയെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് വീഡിയോസും ഞാൻ പറഞ്ഞത് എഡിറ്റിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടോളാം. വിറ്റാപ്പിലും ക്യാൻവയിലും ഇൻഷോട്ടിലും ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം. അത് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സോ അല്ലെങ്കിൽ ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഇട്ടാൽ മതി. ഞാൻ അത് എന്നാ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.